ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 18, 21, 22 തിരുവചനങ്ങൾ. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21, 22 വചനങ്ങളിൽ ക്ഷമയുടെ ആഴത്തെക്കുറിച്ച്, ക്ഷമയുടെ അടിസ്ഥാന തത്വത്തെക്കുറിച്ച്, അഥവാ മനുഷ്യൻ പരസ്പരം മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണം എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് നാം കാണുന്നത്. മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാകുന്നത് നാം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ വിശ്വാസികൾക്ക്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിനെന്ന് പഠിപ്പിച്ചു. മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഹൃദയപൂർവ്വം ക്ഷമിച്ച യേശു കർത്താവ് ക്ഷമയ്ക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തന്നെ അങ്ങേയറ്റം ഉപദ്രവിച്ചവരോട് അവസാന നിമിഷങ്ങളിലും ക്ഷമിക്കുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നാം ഓർക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറയുമ്പോഴാണ് മറ്റു മനുഷ്യരോട് നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയുക. പലപ്പോഴും നാം മറ്റുള്ളവരോട് പെട്ടെന്ന് കോപിക്കുകയും അകാരണമായി അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇവിടെ ക്ഷമയുടെ അവസാന കണ്ണിയായ ആ തലത്തെക്കുറിച്ചാണ് യേശു പത്രോസിനെ ഓർപ്പിക്കുന്നത്. അഥവാ എത്ര പ്രാവശ്യം ഞാൻ സഹോദരനോട് ക്ഷമിക്കണമെന്ന ചോദ്യത്തിന് യേശു പറയുന്നത് എല്ലായ്പ്പോഴും ക്ഷമിക്കണമെന്നാണ്. അതിന് തത്തുല്യമായിട്ടാണ് 70 വട്ടം എന്ന് പറഞ്ഞത്. ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ആത്മസംതൃപ്തി അതെത്ര വലിയതാണെന്നറിയാമോ? ഓരോ ദിവസവും നാം ക്ഷമയുടെ ആ പൂർണ്ണതയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. ക്ഷമ മനുഷ്യബന്ധങ്ങളിൽ ആഴമായ സ്നേഹം കൊണ്ടുവരുന്നു. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം തിരുവചനത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് പോൽക്കാലം ക്ഷമയുടെ മൂല്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇതൊരു പക്ഷേ
നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്ക് സാധിക്കണമെന്നില്ല. ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. യാചിക്കുന്നവർക്ക് നൽകുന്ന കർത്താവ് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ എപ്പോഴും സന്നദ്ധമാണ്. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ശക്തീകരിക്കും. ആ ശക്തി പ്രാപിച്ചുകൊണ്ട് ആരോടെല്ലാം ക്ഷമിക്കുവാനുണ്ടോ അവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ക്ഷമ മാനസികവും ശാരീരികവും ആത്മീയവുമായ സൗഖ്യത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ്. ആമേൻ. Cristo.